ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത് ഐവാന് നൈറ്റിംഗേളിൻ്റെ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ അവൻ എന്തായിരുന്നു ആദ്യം മനസ്സിൽ വിചാരിച്ചത്? ഈ നൈറ്റിംഗേളിൻ്റെ ലാംഗ്വേജ് ഒന്ന് പഠിക്കണം, ഇവരെന്താണ് ഈ സോങ്ങിലൂടെ പറയുന്നതെന്നൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഉറങ്ങി. അപ്പം നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് 62-ൽ എന്താണ് ഹെഡിങ് കാണുന്നുണ്ടോ? ലിറ്റിൽ ബേർഡീസ്. വാട്ട് യു മീൻ ബൈ ലിറ്റിൽ ബേർഡീസ്? ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ. You can see some little birdies and a boy. Who is that boy? Can you guess who is that boy? Yeah, it's Ivan. Ivan and some little birdies. Little birdies and Ivan. Where is Ivan is sitting? Yeah, Ivan is sitting on the top branch of a tree. Yeah. What was the weather? Can you identify the weather in that picture? It's rainy season. We think it's rainy. Okay. What was Ivan doing? എന്തായിരിക്കും ഐവാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് നോക്കാം. അതാണ് ലിറ്റിൽ ബേർഡീസ്. One day, the merchant sent Ivan to the forest to fetch firewood. One day, the merchant. We know the merchant. The merchant is from which country? Yeah, he is from Russia. What was the character of that merchant? എന്തായിരുന്നു അയാളുടെ സ്വഭാവം? He was a cruel person. Ivan's master, the merchant, was a cruel person. അവനെക്കൊണ്ട് ജോലിയെല്ലാം ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തി രാത്രി മാത്രം ഒഴിവ് സമയം കൊടുക്കും, ബാക്കി ഫുൾ ടൈം ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു ക്രൂവൽ മെർച്ചൻ്റ് ആയിരുന്നു. അപ്പം എന്താണ് മെർച്ചൻ്റ് ചെയ്തത്? വൺ ഡേ ദ മെർച്ചൻ്റ് സെൻഡ് ഐവാൻ ടു ദ ഫോറസ്റ്റ് ഫോർ വാട്ട്? ടു ഫെച്ച് ഫയർവുഡ്. നമുക്കറിയാം തീയൊക്കെ കത്തിക്കണമെങ്കിൽ എന്ത് വേണം? വിറക് വേണം. അപ്പം for collecting some firewood, the merchant sent Ivan to the forest. For what? To fetch firewood. Soon the winds rose, the sky became clouded, the lightning flashed, the thunder roared loudly, and the rain fell heavily. He is go to the where? Into the forest. Then suddenly what happened? ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു. എന്തൊക്കെയാണ് നടന്നേ? സൂൺ ദ വിൻഡ്സ് റോസ്, ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്, ദ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്, ദ തണ്ടർ റോഡ് ലൗഡ്ലി ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് മഴയ്ക്ക് മുമ്പ്, ഭയങ്കര മഴ പെയ്യുന്നതിന് മുമ്പ്. ഇനിയിപ്പോൾ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഇടിവെട്ടി മഴ പെയ്യും. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യും? ആകാശമൊക്കെ ഇരുണ്ടുകൂടി മേഘങ്ങൾ വരും. ചിലപ്പോൾ എന്ത് ചെയ്യും? കാറ്റടിക്കും, ചിലപ്പോൾ മിന്നൽ വരും, പിന്നെ ഇടി വെട്ടും ഭയങ്കരമായിട്ട്. ഇടി പേടിയില്ലേ നമുക്ക്? എന്നിട്ട് ഭയങ്കരമായിട്ട് മഴയും പെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നേ. എന്തൊക്കെയാണ് നടന്നേ? സൂൺ ദ വിൻഡ്സ് റോസ്, ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്, ദ ലൈറ്റനിങ് ഫ്ലാഷ്ഡ്, ദ തണ്ടർ റോഡ് ലൗഡ്ലി ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി. അത് നോക്കിക്കേ. സൂൺ ദ വിൻഡ്സ് റോസ്, ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്, ദ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്, ദ തണ്ടർ റോഡ് ലൗഡ്ലി ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി. കാറ്റടിച്ചു, ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി, ദ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ് മിന്നൽ വന്നു, ദ തണ്ടർ റോഡ് ലൗഡ്ലി ഭയങ്കര അലർച്ചയിൽ ഇടിവെട്ടി, ദ റെയിൻ ഫെൽ ഹെവിലി ഭയങ്കരമായ മഴയും പെയ്തു. ഐവാൻ soon ran to the shelter of a large tree. ഐവാൻ എന്ത് ചെയ്തു? ഐവാൻ soon ran to the shelter of a large tree. നമുക്കറിയാം മഴയൊക്കെ പെയ്ത് ഇപ്പോൾ കാട്ടിൽ നിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കയറി നിൽക്കാൻ സ്ഥലമുണ്ടോ? അപ്പം വലിയ മരത്തിൻ്റെയൊക്കെ അടിയിലേ വെക്കും. അപ്പോൾ എന്ത് ചെയ്തു? ഐവാൻ
soon ran to the shelter of a large tree. അവൻ അവിടെ എന്ത് കണ്ടു? What he saw there? He saw big nest on one of its branches. എന്താ കണ്ടത്? He saw a big nest. Can you see a big nest in that picture? Yeah. That was the big nest on one of its branches. അതിനകത്ത് പിന്നെ എന്താ ഉള്ളത്? ആ നെസ്റ്റിൽ, ആ ബിഗ് നെസ്റ്റിൽ, ആ വലിയ കൂട്ടിൽ എന്തുണ്ട്? 4 small birds were there. ആരാ അവിടെ ഉള്ളത്? 4 small birds were there in the nest and there was no one to protect them from the wind and rain. അപ്പോൾ എന്താ? 4 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ എണ്ണി നോക്കിക്കേ, പിക്ചറിൽ കാണാമല്ലോ. 1 2 3 4. Yeah, there are 4 little birdies. 4 small birds were there in the nest and there was no one to protect them from the wind and rain. ഈ ഭയങ്കര റെയിനിന്നും തണ്ടർ സ്റ്റോമിന്നും ഒക്കെ ഇതിനെയൊക്കെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? നോ വൺ ഫോർ ഹെൽപ്പ് ദം. ഐവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. ഐവാൻ എന്താ നമുക്കറിയാം, നല്ല കുട്ടിയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? പക്ഷിക്കുഞ്ഞുങ്ങളോട് എന്ത് തോന്നി? ദയ തോന്നി. ഐവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. പിറ്റി എന്ന് പറഞ്ഞാൽ ദയ തോന്നി. ഹീ ക്ലൈംബ്ഡ് ടു ദ ട്രീ ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. ഹീ started climbing the tree and covered the little ones with his clothes. അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ആ കിളിക്കുഞ്ഞുങ്ങളെ നനയാതെ കവർ ചെയ്ത് വെച്ചു, മരത്തിൽ വലിഞ്ഞു കയറിയിട്ട്. He climbed the tree and covered the little ones with his clothes. When the thunderstorm was over, the mother bird came back. ഇടി മഴയെല്ലാം കഴിഞ്ഞപ്പോൾ ആര് തിരിച്ചു വന്നു? When the thunderstorm was over, the mother bird came back. പക്ഷിക്കുഞ്ഞുങ്ങളുടെ ലിറ്റിൽ ബേർഡീസിൻ്റെ മദർ കെയിം ബാക്ക് ആഫ്റ്റർ ദ തണ്ടർ സ്റ്റോം. ആ ഒരു മഴയും ഇടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പക്ഷി തിരിച്ചു വന്നു. അപ്പം നോക്കിക്കേ, നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം. ഏതെങ്കിലും വേർഡ്സ് അറിയാത്ത ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയണം. ഓക്കെ, അപ്പം ലിറ്റിൽ ബേർഡീസ് എല്ലാവരും വായിച്ച് നോക്കണേ. ഓക്കെ, അപ്പോൾ ഈ ലിറ്റിൽ ബേർഡീസിനകത്ത് കുറച്ച് വേർഡ്സൊക്കെ ഉണ്ട്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേർഡി. BIRD എന്താണ്? ബേർഡ്. ഇത് ബേർഡീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബേർഡി എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞെന്നർത്ഥം. ക്യാറ്റിൻ്റെ കുഞ്ഞിനെ നമ്മൾ കിറ്റൺ എന്ന് വിളിക്കത്തില്ലേ? പട്ടിക്കുഞ്ഞിനെ നമ്മളെന്ത് വിളിക്കും? ഡോഗിൻ്റെ കുഞ്ഞിനെ നമ്മളെന്ത് വിളിക്കും? പപ്പി എന്ന് വിളിക്കും അല്ലേ? അതുപോലെ ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് ബേർഡി. ഓക്കെ, പിന്നെ ഫോറസ്റ്റ് അറിയാം, ഫെച്ച് അറിയാം, ഫയർവുഡ് എന്താണെന്നറിയാം. ഫെച്ച് എന്ന് വെച്ചാൽ എന്താ? ഫെച്ച് ഇവിടെ എവിടെയാണ് ഫെച്ച് പറഞ്ഞേക്കുന്നത്? എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച്. വേർ ദ വേർഡ് ഫെച്ച്? Ivan to the forest to fetch firewood. One day the merchant sent Ivan to the forest to fetch firewood. കണ്ടോ? അപ്പോൾ എന്താ? കൊണ്ടുവരാനായിട്ട് വിട്ടു. എന്ത് കൊണ്ടുവരാനാണ്? ഫയർവുഡ്, വിറക്. അറിയാമല്ലോ. സൂൺ, സഡൻ, പെട്ടെന്നുള്ള. വിൻഡ് അറിയാമല്ലോ. റോസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റോസയെന്ന് പറയും, ഇവിടെ കാറ്റ് വീശി എന്നാണ്. സൂൺ ദ വിൻസ് റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് വീശുക. ക്ലൗഡഡ് എന്ന് വെച്ചാൽ ആകാശത്തൊക്കെ ഇങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ നിറഞ്ഞു വരുന്നതിനാണ് ക്ലൗഡഡ് എന്ന് പറയുന്നത്. ലൈറ്റനിങ്, ഇടി വെട്ടുന്നതിന് മുമ്പ് മിന്നൽ വരത്തില്ല, അതാണ് ലൈറ്റനിങ്. ഫ്ലാഷ്ഡ്, അത് മിന്നുക. തണ്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ഇടി. റോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അലറി. ലൗഡ്ലി, ഭയങ്കര ഉച്ചത്തിൽ. ഫെൽ എന്ന് വെച്ചാൽ തറയിൽ വീഴുക. ഹെവിലി, ശക്തമായിട്ട്. ഷെൽട്ടർ, ഒരു ആശ്രയം, ഒരു അഭയം. ലാർജ്, വാട്ട് യു മീൻ ബൈ ലാർജ്? അറിയാലോ, ലാർജ്, വലിയത്. നെസ്റ്റ്, കൂട്. ബ്രാഞ്ചസ്, ട്രീയുടെയൊക്കെ ബ്രാഞ്ചസ്. സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ബിഗ്. സ്മോൾ എന്ന് വെച്ചാൽ ചെറുത്. പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കുക. റെയിൻ, മഴ. പിറ്റി എന്ന് വെച്ചാൽ എന്താ? പിറ്റി എവിടെയാണ് പിറ്റി? ഐവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. പിറ്റി മീൻസ് ദയ തോന്നിനെ ആ കുഞ്ഞുങ്ങളോട്. പിറ്റി, ദയ. ക്ലൈംബ്ഡ്, കയറുക, മുകളിലോട്ട് വലിഞ്ഞു കയറുന്നതിനാണ് ക്ലൈംബ് ചെയ്യുക. നമ്മൾ എന്താ
പർവ്വതങ്ങളൊക്കെ ക്ലൈംബ് ചെയ്യുക എന്ന് പറയും. അതുപോലെ മരത്തിൽ കയറുന്നതിന് ക്ലൈംബിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലൈംബ്ഡ് കയറി, കവർ പൊതിയുക. അപ്പോൾ ഇത്രയും വേർഡ്സാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ വേർഡ്സ് എല്ലാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ. നെക്സ്റ്റ് പേജ് നമ്പർ 63. Can you see what was the heading? Yeah, the teaching bird. What was the wish of Ivan? He wanted to learn the language of birds. അപ്പം നോക്കാം ഇനി അവനത് പഠിക്കാൻ പറ്റുമോ. അപ്പം മദർ ബേർഡ് എന്ത് ചെയ്തു? തണ്ടർ സ്റ്റോം എല്ലാം കഴിഞ്ഞപ്പം ആഫ്റ്റർ ദ തണ്ടർ സ്റ്റോം ദ മദർ ബേർഡ് കെയിം ബാക്ക്. വാട്ട് വുഡ് ദ മദർ ബേർഡ് ഡു? വാട്ട് വുഡ് ദ മദർ ബേർഡ് ഡു? എന്തായിരിക്കും അമ്മ പക്ഷി ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അതാണ് നെക്സ്റ്റ്, ദ ടീച്ചിങ് ബേർഡ്. ടീച്ചിങ് ബേർഡ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിക്കുക. ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചിങ് അല്ലേ. അപ്പം ഈ അമ്മക്കിളി എന്തോ ഇവനെ പഠിപ്പിക്കുന്നു. എന്തായിരിക്കും ഇവനെ പഠിപ്പിക്കുന്നത്? എന്താ ഇവന് പഠിക്കാൻ ആഗ്രഹം? ഹി വാണ്ടഡ് ടു ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ആ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിക്കണം, ലേൺ ചെയ്യണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ഇപ്പം നോക്കാം. ദ ടീച്ചിങ് ബേർഡ്. താങ്ക് യു ഐവാൻ, യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. ഇപ്പം എന്താ പറഞ്ഞത്? ബേർഡ് പറഞ്ഞ എന്തൊക്കെയാ? താങ്ക് യു ഐവാൻ. ഫോർ വാട്ട്? എന്തിനാ ബേർഡ് താങ്ക് യു പറഞ്ഞത്? ഹീ പ്രൊട്ടക്റ്റഡ് ഹിസ് ലിറ്റിൽ ചിൽഡ്രൻ. അപ്പോൾ അതാണ് എന്താ പറഞ്ഞത്? താങ്ക് യു ഐവാൻ, യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം എന്തിൽ നിന്നൊക്കെ രക്ഷിച്ച്? കോൾഡ് ആൻഡ് റെയിൻ. തണുക്കാതെ എന്ത് ചെയ്തു? തുണിയൊക്കെ എടുത്ത് വെച്ചു. മഴ നനഞ്ഞ് തണുത്ത് പോയെങ്കിൽ വല്ലതും പറ്റത്തില്ലേ? അപ്പോൾ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. നിന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. എന്തെങ്കിലും നിനക്കൊന്ന് ചെയ്യണം. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. എന്താ പറഞ്ഞത്? ടെൽ മീ, പറഞ്ഞേ. വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഐവാൻ വാസ് സർപ്രൈസ്. ഫോർ വാട്ട്? വൈ ഐവാൻ വാസ് സർപ്രൈസ്? ടു സീ എ ടോക്കിംഗ് ബേർഡ്. ബേർഡ് എന്ത് ചെയ്യുന്നു? അവൻ്റെ ലാംഗ്വേജിൽ തന്നെ ഇങ്ങോട്ട് സംസാരിക്കുന്നു. സോ ഐവാൻ വാസ് വെരി സർപ്രൈസ് ടു സീ ദ ടോക്കിംഗ് ബേർഡ്. ഐവാൻ ആൻസേർഡ്. എന്താ? രോഗി ഇച്ഛിച്ചതും പാല, വൈദ്യം കൽപ്പിച്ചതും പാല. അവൻ എന്താ ആഗ്രഹം? ഹി വാണ്ടഡ് ടു ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദ ബേർഡ് എന്താ പറയുന്നത്? നിനക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ എന്നോട് പറയാൻ. അപ്പോൾ അവൻ എന്തു പറഞ്ഞു കാണും? ഐവാൻ ആൻസേർഡ്, യു നോ അവർ ലാംഗ്വേജ്. നിനക്ക് ഞങ്ങളുടെ ലാംഗ്വേജ് അറിയാലോ. വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്? എന്താണ് പക്ഷികളുടെ ഭാഷ? the language of birds. Ivan answered, you know our language. Will you teach me your language? The language of birds. അപ്പോൾ എന്ത് പറഞ്ഞു കാണും പക്ഷി? നോ പറഞ്ഞോ? നോ. He said, yes. Stay with me for some days and you shall know it as we do. Stay with me. നീ കുറച്ച് ദിവസം എൻ്റെ കൂടെ സ്റ്റേ ചെയ്യണം. For some days and you shall know it as we do. അത് കഴിയുമ്പോഴത്തേക്കിന് നിനക്ക് മനസ്സിലാവും. ഐവാൻ റിമെയിൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഐവാൻ റിമെയിൻഡ്, അവിടെ തന്നെ നിന്നു. ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ. ഹീ ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. മദർ ബേർഡ് അവനെ എല്ലാം പഠിപ്പിച്ചു. ഷീ ടീച്ച്സ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഐവാൻ ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. അമ്മ പക്ഷിയിൽ നിന്നെല്ലാം പഠിച്ചു. ഐവാൻ റിട്ടേൺ ഹോം ഹാപ്പിലി. ഭയങ്കര സന്തോഷമായിട്ട് കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. ലാംഗ്വേജ് എല്ലാം പഠിച്ചില്ലേ? അങ്ങനെ അവനതെല്ലാം പഠിച്ചിട്ട് സന്തോഷത്തോടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അതാണ് അത്. ഇതിനകത്ത് കണ്ടോ? അപ്പം ദ ബേർഡ് എന്ത് ചെയ്തു? ഐവാനെ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിപ്പിച്ചു. അങ്ങനെ ഐവാന് സന്തോഷമായി. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇതിനകത്ത് കുറച്ച് വേർഡ്സ് മാത്രമേ ഉള്ളൂ നമുക്കറിയാത്ത. എല്ലാം അറിയാവുന്ന. ടോക്കിംഗ് അറിയാമല്ലോ, ടോക്കിംഗ് സംസാരിക്കുന്ന. പ്രൊട്ടക്റ്റഡ് സംരക്ഷിച്ചു. സർപ്രൈസ് നമ്മളെപ്പോഴും പറയുന്നത് ഭയങ്കര അതിശയം. ലിറ്റിൽ ചെറിയ. ടീച്ച് അറിയാമല്ലോ, പഠിപ്പിക്കുക. കോൾഡ് അറിയാം, വെരി കോൾഡ്.
സ്റ്റേ താമസിക്കുക, റിമെയിൻ തങ്ങുക. അപ്പോൾ ഇത്രയും കുറച്ച് വേർഡ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 കുഞ്ഞ് പോർഷൻസ് എന്തൊക്കെയാണ്? ലിറ്റിൽ ബേർഡീസ്, ദ ടീച്ചിങ് ബേർഡ്. ദ ലിറ്റിൽ ബേർഡീസ് ആൻഡ് ദ ടീച്ചിങ് ബേർഡ്. ലിറ്റിൽ ബേർഡീസിൽ എന്തായിരുന്നു? ഐവാൻ ഗോ ടു ദ ഫോറസ്റ്റ് ടു ഫെച്ച് ഫയർവുഡ്. സൂൺ കെയിം റെയിൻ. ദെൻ ഹി ഹെൽപ്ഡ് 4 ലിറ്റിൽ ബേർഡീസ് ഫ്രം റെയിൻ ആൻഡ് കോൾഡ്. After the rain, the mother bird came back and she thanked to Ivan. Then he tell to him, what can I do for you? അപ്പോൾ ഐവാൻ എന്ത് പറഞ്ഞു? I wanted to learn the language of birds. അങ്ങനെ എന്ത് ചെയ്തു? the bird, mother bird എന്ത് ചെയ്തു? Teach the language of birds to Ivan. Then Ivan became very happy and he returned back his home happily. ഓക്കെ, അപ്പം ഇത് രണ്ടും നിങ്ങൾ വായിച്ചു നോക്കണേ.